നമ്മൾ ചെയ്ത വർക്കിൻ്റെ പൈസയാണ് ചോദിക്കണം, ഒരിക്കലും കടം ചോദിക്കുന്നതല്ല. കടം ചോദിക്കും പോലെയാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യണം. സോ ഞങ്ങളിത് വരത്തില്ല എന്ന് പറഞ്ഞു. അത് പ്രൊഡ്യൂസറിന് ഇഷ്ടപ്പെട്ടില്ല, കൺട്രോളർക്ക് ഇഷ്ടപ്പെട്ടില്ല. പേയ്മെൻറ്റ് ഇല്ലാതെ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യും ചേട്ടാ? ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അർഹതയില്ലാത്തൊരു സാധനം നമുക്ക് തരുന്നത് പോലെ ഒരു ഫീലാണ്. ഈ പ്രശ്നങ്ങൾ വന്നതൊന്നും ശ്യാമാമ്പരത്തിൽ നിന്നോ മാമിൻ്റെ ഭാഗത്തുനിന്നോ ഒന്നും അല്ല. കാരണം ഒരു കമ്പനി സ്നേഹ വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനി പിന്നെ സ്നേഹ വിളിക്കില്ല. ഈ ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും പഠിക്കാൻ പറ്റാത്തൊരു ഇൻഡസ്ട്രിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് അവിടെ പറ്റിയ ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ആരോട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്നേഹം അറിഞ്ഞുകൊണ്ട് ഒരു മന്ദബുദ്ധി കളിക്കുന്നതാണ്. ചേട്ടാ എനിക്ക് അവിടെ ഒരു മോശമായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. കാരണം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതൊക്കെ നമുക്കൊക്കെ അറിയാം. ഉണ്ടാക്കാണ്ട് പോലും ഓരോന്നും കേൾക്കുമ്പോൾ അറിയാം ചേട്ടാ. ഞാൻ MBA കഴിഞ്ഞിട്ട് ജോലിക്ക് കയറിയതാ. എനിക്ക് ICICI ബാങ്കിൽ ആറമായിട്ട് കിട്ടിയതാണ്. 2 വർഷമാണ്. 2000 പ്രശ്നങ്ങളാണ് സ്നേഹയുടെ പറയുള്ളത്. ചേട്ടാ ഏറ്റവും കൂടുതൽ ചെയ്തത് ശരിക്കും വില്ലത്തി വേഷങ്ങൾ, നെഗറ്റീവ് റോൾസ് അല്ലേ? ശരിക്കും ശ്യാമാമ്പരത്തിലെ കൊച്ചു വില്ലത്തിയാണ്. എല്ലാരും ചീത്ത വിളിച്ചിട്ടല്ലേ പോയത്? നിന്നെ കൊണ്ട് പറഞ്ഞിട്ടല്ലേ പോയത്? ഇതൊന്നുമില്ലല്ലേ? നല്ല ലൊക്കേഷൻ കണ്ടിട്ട് നല്ല ഫുഡാണ്. എവിടെ പോകുന്നത്? ഹോട്ടലിലാ? നിന്റെ ഒന്നും ഒരു സീരിയൽ നമുക്ക് വേണ്ട, ഞാൻ പോവടാ, എന്റെ പിടി അവിടെയാണ് പറഞ്ഞിട്ടല്ലേ പോയത്. രേണുസുതിയൊക്കെ പ്രതീക്ഷ പോയി. ഞാൻ വേറെ ഓക്കെ പക്ഷെ വേണ്ട, ഞാൻ ഒരുപാട് മാറി ഇപ്പം.